ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചെറുപയർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ അളന്നെടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം. പൊടിയൊക്കെ ഉണ്ടാവും. ഇതിൽ അത്യാവശ്യം പൊടി ഉള്ളതുകൊണ്ട് ഞാനത് 2 പ്രാവശ്യം തന്നെ കഴുകിയിട്ടുണ്ട്. കഴുകി ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊക്കെ പോയിട്ട് നല്ലപോലെ ഡ്രൈ ആവണം. പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് വേണമെങ്കിൽ ഒരു തുണി കൊണ്ട് തുടച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. ചെറുപയർ വറുക്കുന്നതല്ല കേട്ടോ, ഇതിൻ്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞു വരണം. ഇപ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ജാറിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാനിതൊന്ന് കുറച്ചൊന്ന് മാറ്റുകയാണ്. ഓൾറെഡി എല്ലാതും നൈസായിട്ട് പൊടിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ പൊടിക്കാനുണ്ട്. 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഒരു കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. പയർ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു വരാൻ ശ്രദ്ധിക്കണം. അഥവാ തരി ഉണ്ടെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മതി. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ആ ചെറിയൊരു ചൂടോടുകൂടെ തന്നെയാണ് ചേർത്തത്. ആദ്യം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായംപൊടിയും കുറച്ച് എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിതിൽ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് കായംപൊടി ചേർത്തിട്ടില്ല. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ വെള്ളവും ചേർത്തിട്ട് കുഴക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അധികം ലൂസ് അല്ലാതെയും ഒരുപാട് ടൈറ്റ് ആവാതെയും ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഉപ്പ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയുള്ള ഈ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചെടുത്തിട്ടുണ്ട്. ഇത് വച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ മാവ് നിറയ്ക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ഈ അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് റൗണ്ട് ഷേപ്പിൽ ചുറ്റിച്ചെടുക്കുകയാണ്. ഇതിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് എടുക്കാൻ പറ്റും. റൗണ്ട് ഷേപ്പിൽ ചുറ്റിച്ചെടുക്കണം. ആ ലാസ്റ്റ് ഭാഗം ഒന്ന് അതിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന പോലെ പ്രസ് ചെയ്യണം. അഞ്ചാറെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്രൈ ചെയ്യുന്നതനുസരിച്ചിട്ട് ചുറ്റിച്ചെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമുക്ക് ചൂടാവാനായിട്ട് വയ്ക്കാം. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ ഇത് കയ്യിലേക്ക് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പച്ച കളറാണെങ്കിലും ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറും കേട്ടോ. കൂടുതൽ ഫ്രൈ ആവാനും ബ്രൗൺ കളർ ആവാനും നിൽക്കരുത്. ഇതിൻ്റെ ഒരു പച്ച കളറൊക്കെ മാറി ഒരു യെല്ലോ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്കിത് നേരെ എണ്ണയിലേക്ക് വീഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീളൻ ഷേപ്പിലുള്ളത് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണിത്. ഇപ്പോൾ ചെറുപയറൊക്കെ ആരും കഴിക്കണില്ല, അല്ലെങ്കിൽ കൂടുതൽ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചൂടോടെ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്